സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള LPST റാങ്ക് ഹോൾഡർമാരുടെ സമരപ്പന്തലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവരുടെ സമരം അനിശ്ചിതകാല സമരമാണ്. ഇന്നിപ്പോൾ 29 ദിവസമായിട്ട് ഇതേ രീതിയിൽ തന്നെ വെയിലും മഴയും ഒക്കെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ അനിശ്ചിതകാല സമരം നടത്തുകയാണ്. അതുമാത്രവുമല്ല, കഴിഞ്ഞ 5 ദിവസമായിട്ട് നിരാഹാര സമരവും ഇവർ നടത്തിവരികയാണ്. ഇതിലെ ഉദ്യോഗാർത്ഥിയായിട്ടുള്ള വളർമതി അവരാണ് കഴിഞ്ഞ 5 ദിവസമായിട്ട് ഇതേ രീതിയിൽ തന്നെ നിരാഹാര സമരവും ഒക്കെ തന്നെയും നടത്തിവരുന്നത്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ടേക്ക് പോകും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. ഇന്നിപ്പോൾ ഇവരുടെ സമരത്തിന്റെ ഭാഗമായി തന്നെ ഏതാണ്ട് 11 മണിയോടെ മനുഷ്യച്ചങ്ങല തീർത്ത് സെക്രട്ടേറിയറ്റ് വളയലൊക്കെ തന്നെയും ഇവർ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഉദ്യോഗാർത്ഥികളൊക്കെ സമരപ്പന്തലിൽ ഉണ്ട്. കഴിഞ്ഞ 5 ദിവസമായി നിരാഹാര സമരത്തിലാണല്ലേ? ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അതെ, രാവിലെയൊക്കെ കുറച്ച് ടയേർഡ് തന്നെയാണ്. പിന്നെ ഗ്ലൂക്കോസൊക്കെ കയറ്റി സോഡിയൊക്കെ കയറ്റുമ്പോൾ ഓക്കെ ആവും. ഇപ്പോ സെക്രട്ടേറിയറ്റ് വളയിലടക്കം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ സമരമുറകൾ നടത്തി. പക്ഷേ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്കോ മറ്റോ പിന്നീട് വിളിച്ചിരുന്നോ? ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയ്ക്കും ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നല്ലാതെ 5 ദിവസമായിട്ട് ഞങ്ങളുടെ ടീച്ചർ ഇവിടെ നിരാഹാരം കിടക്കുന്നുണ്ട്. ഇന്ന് 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. ഈ 4 ദിവസവും മഴ കൊണ്ട് തണുത്ത് വിറച്ച് ഈ പന്തലിൽ കിടന്നപ്പോൾ ഒരാളും വന്നിട്ടില്ല. ഇന്ന് ഞങ്ങള് വളരെ ശക്തമായ ഒരു സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നും PSC ഉദ്യോഗാർത്ഥികളും LPST റാങ്ക് ഹോൾഡേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും യുവജന സംഘടനകളും എല്ലാം സംഘടിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന് ചുറ്റും ഒരു മനുഷ്യച്ചങ്ങല തീർക്കുന്ന ശക്തമായ ഒരു സമരമാണ് ഞങ്ങൾ ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമരം പൊളിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ദിവസം ടീച്ചറിനെ തിരിഞ്ഞു നോക്കാഞ്ഞവര് ഇന്നലെ രാത്രി വന്ന് ടീച്ചറെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് പല ശ്രമങ്ങളുണ്ടായി. ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ അത് തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായിട്ട് വാക്കേറ്റം എല്ലാം ഉണ്ടായപ്പോഴാണ് അവർ പിൻവാങ്ങിയത്. 3 തവണ അവർ വന്നിരുന്നു ടീച്ചറെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ ശക്തമായിട്ട് അതിനെ എതിർത്തു. അപ്പൊ ഇന്ന് ഞങ്ങളുടെ സമരം വിജയിക്കണം ഞങ്ങൾക്ക്. അല്ലാതെ ഈ മനുഷ്യച്ചങ്ങല ഒരു സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണോ പോലീസ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത്? അതെ, മനുഷ്യച്ചങ്ങല പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അല്ലെങ്കിൽ ഇത്രയും ദിവസം ടീച്ചർ 4 ദിവസമായിട്ട് ഇവിടെ ഈ മഴയത്ത് തന്നെയാണ് കിടന്നുകൊണ്ടിരുന്നത്. ആരും വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ ഒന്നിനും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ ഈ ഒരു നീക്കം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് വളയുന്ന ഈ ഒരു സമരമുറ അവർക്ക് തകർക്കണം. അതിനുവേണ്ടി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. മഴ നനഞ്ഞു തന്നെയാണ് നിങ്ങൾ ഇവിടെ തുടരുന്നത്? മഴ നനഞ്ഞ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയായാലും ഇവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം ഇവിടെ ടീച്ചറിന് കാവലായിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ശരി, നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാം. സമരപ്പന്തലിൽ ആളുകൾ കിടന്ന് ഉറങ്ങുന്നത് കാണാതെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ സമരപ്പന്തലിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ ഒരു സമരം അത് ഇന്ന് നടത്തും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് ഉള്ളത്. ഈ വിവിധ PSC റാങ്ക് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ LPSC റാങ്ക് ഹോൾഡേഴ്സും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ചേർന്നായിരിക്കും ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റ് ഇടപെടലുകളോ അറിയിപ്പുകളോ ചർച്ചയ്ക്കുള്ള വിളിയോ ഒന്നും തന്നെ വന്നിട്ടില്ല. കഴിഞ്ഞ 5 ദിവസമായി ഒരു ഉദ്യോഗാർത്ഥി തന്നെയാണ് ഇത്തരത്തിൽ നിരാഹാര സമരം ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യം തന്നെയാണ്. ഏതാണ്ട് 5000-ഓളം പേരുള്ള റാങ്ക് ലിസ്റ്റാണ്. അതിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും നിയമനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നിയമനം നൽകണം, കൂടുതൽ ആളുകൾക്ക് നിയമനം നൽകണം എന്നുള്ള ആവശ്യം തന്നെയാണ് എന്തായാലും ഉദ്യോഗാർത്ഥികളും ഉയർത്തുന്നത്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LPST റാങ്ക് ഹോൾഡർമാർ കഴിഞ്ഞ 29 ദിവസമായിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്പന്ദന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.